വെൽക്കം ബാക്ക്. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുൾട്ടാനി മിട്ടി വെച്ചിട്ട് ഏത് ഫേസ് പാക്ക് ട്രൈ ചെയ്തിട്ടും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡ്രൈ സ്കിൻ ആയിക്കോട്ടെ, ഓയിലി സ്കിൻ ആയിക്കോട്ടെ, ഏത് സ്കിൻ ആയിക്കോട്ടെ, എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും ഒരേപോലെ റിസൾട്ട് കിട്ടുന്ന, നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ഫേസ് പാക്ക് ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. മുൾട്ടാനി മിട്ടി വെച്ചിട്ട് അതിന്റെ കൂടെ പലതും ആഡ് ചെയ്തിട്ട് ഞാൻ പല ഫേസ് പാക്കും ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്നൊക്കെ നല്ലൊരു റിസൾട്ട് ഒറ്റ യൂസിൽ തന്നെ നമുക്ക് ഈ ഒരു ഫേസ് പാക്ക് യൂസ് ചെയ്താൽ കിട്ടും. പിന്നെ എല്ലാവരും ചോദിക്കും, ഇത് യൂസ് ചെയ്താൽ എത്ര നേരത്തേക്കാണ് ഈ ഒരു കളർ കിട്ടുക, പെർമനന്റ് ആണോ എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ നമ്മള് ഒരു പ്രാവശ്യം 2 പ്രാവശ്യമൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മളുടെ ആ ഒരു കളർ എന്ന് പറയുന്നത് കുറച്ച് സമയമൊക്കെ നിൽക്കുന്നുണ്ടാവുള്ളൂ. പക്ഷെ ഈ ഒരു കാര്യം നമ്മൾ ഇങ്ങനെ ഫോളോ ചെയ്ത് പോവുകയാണെങ്കിൽ നമ്മുടെ സ്കിൻ ടോണിനെ, അതായത് ആ സ്കിന്നിന്റെ കളറിനെ നമുക്ക് ഗ്രാജുവലി ഇങ്ങനെ എന്താ പറയാ മാറ്റം കൊണ്ടുവരാൻ പറ്റും. അപ്പൊ ഏതൊരു ഫേസ് പാക്കും ഒറ്റ യൂസ് തന്നെ നമ്മൾ വെളുക്കെന്ന് പറഞ്ഞിട്ട് യൂസ് ചെയ്ത് നിർത്താൻ പാടില്ല. നമ്മൾ ഈ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കണ്ടിന്യൂസ് ആയിട്ട്, അതായത് അതിനൊരു കണ്ടിന്യൂറ്റി വേണം, അത്രേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും നിങ്ങളുടെ സ്കിൻ ടോണിനെ വർദ്ധിപ്പിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്താണ് ഈ ഒരു ഫേസ് പാക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഡ്രൈ ആയിട്ടുള്ള നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു പാത്രം, ഒരു സ്പൂണും എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് മുൾട്ടാനി മിറ്റിയാണ്. അപ്പോൾ ഞാൻ ബഞ്ചാറാസിൻ്റെ മുൾട്ടാനി മിറ്റിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് ഇങ്ങനെ ഓരോ ചെറിയ പാക്കിലാവുമ്പോൾ ആ പൊട്ടിച്ച പാക്ക് വെറുതെ വേസ്റ്റ് ആവില്ല. അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു ഡബ്ബയിലാക്കി ഇങ്ങനെ ടൈറ്റഡ് ആയിട്ടുള്ള ഒരു ഇതിലാക്കിയിട്ട് വെക്കാറാണുള്ളത്. അപ്പോൾ നമ്മൾ ഇതിന്ന് 2 ടീസ്പൂണാണ് മുൾട്ടാനി മിറ്റി എടുക്കുന്നത് കേട്ടോ. അപ്പോൾ കൂടുതലേ എടുക്കണ്ട, കാരണം വേസ്റ്റ് ആയി പോകും. ഫേസിക്ക് മാത്രമാണെങ്കിൽ 1 ടീസ്പൂണൊക്കെ മതിയാവും. പിന്നെ നമ്മൾ എടുക്കുന്ന ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നമ്മളുടെ കടലപ്പൊടിയാണ് കേട്ടോ. ബേസൻ പൗഡർ എന്ന് പറയും. കടലപ്പൊടി നമ്മുടെ സ്കിന്നിനെ ഡ്രൈ ആക്കും. അപ്പോൾ വല്ലാത്ത ഡ്രൈ സ്കിന്നുകാർക്ക് വേണമെങ്കിൽ ഇത് വളരെ കുറച്ച് എമൗണ്ട് ആഡ് ചെയ്താൽ മതി. അപ്പോൾ ഞാനിത് 1 ടീസ്പൂണിനടുത്ത് ആഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നല്ല ഡ്രൈ സ്കിന്നുകാരാണെങ്കിൽ ഒരു 1/2 ടീസ്പൂണൊക്കെ എടുത്താൽ മതി കേട്ടോ. പിന്നെ നമ്മൾ എടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് കസ്തൂരി മഞ്ഞൾപ്പൊടിയൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ സാധാരണ ഉപയോഗിക്കുന്ന മഞ്ഞൾപ്പൊടി ഒരു പിഞ്ച് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. മഞ്ഞൾപ്പൊടി അലർജി ഉള്ളവരുണ്ടാവും. അപ്പോൾ അലർജി ഉള്ളവർക്ക് വേണമെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാം കേട്ടോ, ഒരു കുഴപ്പമില്ല. പിന്നെ നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം. ഇനി നമ്മൾ എടുക്കുന്നത് റോസ് വാട്ടർ ആണ് കേട്ടോ. റോസ് വാട്ടർ എല്ലാവരുടെ കയ്യിലും ഉണ്ടാവും. അപ്പോൾ റോസ് വാട്ടർ ഈ ഒരു പേസ്റ്റ്, അതായത് ഞാനിപ്പോൾ ഒരു 2 ടീസ്പൂണിനടുത്ത് ഇത് എടുക്കുന്നുണ്ട്. പിന്നെ വീണ്ടും ഞാൻ ഒരു 2 ടീസ്പൂൺ കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു, കാരണം നമുക്കിതൊരു പേസ്റ്റ് ആയിട്ട് കിട്ടണ്ടേ. ഞാൻ വെള്ളം ആഡ് ചെയ്തിട്ടില്ല, വെള്ളം ആഡ് ചെയ്യാതെ റോസ് വാട്ടറിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. പിന്നെ എടുത്തിട്ടുള്ളത് പാലാണ്. പാല് എന്താ പറയുക, അപ്പോൾ നിങ്ങൾ നല്ല ഡ്രൈ സ്കിന്നുകാരാണെങ്കിൽ നിങ്ങൾക്ക് തൈര് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ തൈര് നമ്മുടെ സ്കിന്നിങ്ങനെ വല്ലാതെ ഡ്രൈ ആക്കുന്നതിൽ നിന്നും തടയും. അപ്പോൾ എന്താണ് പറയുക, പാല് നല്ല ഡ്രൈ സ്കിന്നുകാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തൈര് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, ഈ പാല് സ്കിപ്പ് ചെയ്തിട്ട്. അപ്പോൾ അല്ലാത്തവർ പാല് യൂസ് ചെയ്യുക. അപ്പോൾ ഈ ഒരു പേസ്റ്റ് നല്ലൊരു പേസ്റ്റ് ആവുന്ന രീതിയിൽ എപ്പോഴാണോ കിട്ടുന്നത് അത്രയും നമ്മൾ തൈരും അല്ലെങ്കിൽ റോസ് വാട്ടറും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അത് നമ്മളുടെ ഇഷ്ടമാണ് കേട്ടോ. നമുക്കിതൊരു നല്ലൊരു പേസ്റ്റ് പരിവായിട്ട് കിട്ടണം. അപ്പൊ നമ്മൾ എങ്ങനെയാണ് ഈ ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കിയെന്ന് കണ്ടു. അപ്പൊ ഇനി നമുക്ക് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഈ മുൾട്ടാനി മിറ്റിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ഈ ഫേസിലുള്ള ഇത്തരം ഡോട്ട്സിനെയൊക്കെ ഒറ്റ യൂസിലൊന്നും കളയില്ല. പക്ഷെ എന്താണ്, നമ്മൾ ഇങ്ങനെ ഗ്രാജുവലി ഈ ഒരു പാക്ക് ട്രൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇതിന്റെ റിസൾട്ട് കിട്ടും. അപ്പൊ ഞാനിത് അപ്ലൈ ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പൊ ഞാനൊരു ബ്രഷ് വെച്ചിട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. നമ്മൾ ഏതൊരു ഫേസ് പാക്ക് ട്രൈ ചെയ്യുമ്പോഴും, അതായത് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ മുഖം നന്നായിട്ട് സോപ്പ് വെച്ചിട്ടോ ഫേസ് വാഷ് വെച്ചിട്ടോ നന്നായിട്ട് കഴുകിയിട്ട് തുടച്ചിട്ട് വേണം കേട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലാതെ നമ്മൾ ഇനിയിപ്പോ ഒരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്യില്ല, അപ്പൊ എല്ലാ ഡേർട്ട്നെസ്സും അതിൽ അങ്ങോട്ട് പോന്നോളൂ എന്ന് വെച്ചിട്ട് മുഖമൊന്നും കഴുകാതെ ആ ഒരു ചളിയിൽ തന്നെ ഈ ഒരു കാര്യം ചെയ്യരുത്. ഞാൻ ട്രൈ ചെയ്തതിൽ വെച്ചിട്ട് ഏറ്റവും നല്ലൊരു മുൾട്ടാനി മിറ്റി വെച്ചിട്ട് നമുക്ക് പെട്ടെന്നൊരു റിസൾട്ട് കിട്ടുന്ന ഒരു ഫേസ് പാക്ക് ആണ് കേട്ടോ. ഇനി ഒന്നുകൂടെ, ഇത് ഡ്രൈ സ്കിൻ ആയാലും ഓയിലി സ്കിൻ ആയാലും ഒക്കെ ഇതിൽ നല്ലതാണ്. അപ്പൊ നല്ല ഡ്രൈ സ്കിൻ ആയിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ എന്താ പറയാ, നിങ്ങൾ ഈ പാലിന് പകരം തൈരുണ്ടല്ലോ, തൈര് യൂസ് ചെയ്യുക. പിന്നെ കുറച്ച് ഹണി കൂടെ യൂസ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ഒന്നുകൂടെ അത്രത്തോളം വല്ലാത്തൊരു
ഡ്രൈനെസ് ഫീൽ ചെയ്യില്ല. കാരണം ഒന്നാമത് മുൾട്ടാനി മിറ്റി നമ്മുടെ സ്കിന്നിലുള്ള എല്ലാ ഓയിലും ഡേർട്ട്നെസ്സും വലിച്ചെടുക്കും. പിന്നെ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് കടലമാവാണ്. അതായി കഴിഞ്ഞാലും നമ്മുടെ സ്കിന്നിനെ ഡ്രൈ ആക്കും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പാലും റോസ് വാട്ടറും ഒക്കെ ആഡ് ചെയ്തിട്ടുള്ളത്. ഇനി റോസ് വാട്ടർ ഇല്ലാത്തവരാണെങ്കിൽ നോർമൽ വാട്ടർ എടുക്കാം. പക്ഷെ ചിലർക്ക് നോർമൽ വാട്ടറിൽ ഇത് യൂസ് ചെയ്യുമ്പോൾ ചൊറിച്ചിൽ വരാറുണ്ട്. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക. ഇനിയിപ്പോ നമ്മളിത് ഡ്രൈ ആവണ വരെ വെയിറ്റ് ചെയ്യണം. മാക്സിമം ഒരു 10 മിനിറ്റ് ഒക്കെ ആവുമ്പോൾ ഡ്രൈ ആവും. പക്ഷെ നിങ്ങൾ പെട്ടെന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട് ഫാനിന്റെ താഴെയൊന്നും പോയിട്ട് ഇരിക്കരുത്. കാരണം നമ്മുടെ സ്കിന്ന് നോർമലി അബ്സോർബ് ചെയ്യുന്ന ആ ഒരു സ്പീഡിനേക്കാളും പെട്ടെന്ന് നമ്മൾ അബ്സോർബ് ചെയ്യിപ്പിച്ചിട്ട് ചെയ്യുന്നത് ശരിയല്ല. അപ്പൊ നമുക്ക് കറക്റ്റ് ആ ഒരു റിസൾട്ട് കിട്ടില്ല. അപ്പൊ നിങ്ങൾ വെയിറ്റ് ചെയ്യാം. എന്താ പറയാ, നമ്മൾ നന്നായിട്ട് ക്ഷമിച്ചാൽ മാത്രമേ ഉള്ളൂ കേട്ടോ നമുക്ക് അതിനനുസരിച്ച് റിസൾട്ട് എന്ത് കാര്യത്തിലും കിട്ടുള്ളൂ. അപ്പൊ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഡ്രൈ ആയി വരുമ്പോ നമുക്ക് കഴുകിക്കളയാം. അപ്പൊ ഇതാ ഏകദേശം ഡ്രൈ ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് കഴുകാം. കൂടുതൽ ഡ്രൈ ആക്കണ്ട. കാരണം എനിക്ക് പേടിയാണ്, സ്കിന്ന് വല്ലാതെ ഡ്രൈ ആയി കഴിഞ്ഞാൽ പെട്ടെന്ന് ചുളിവുകളും കാര്യങ്ങളൊക്കെ വരും. അപ്പൊ നമുക്കൊന്ന് വാഷ് ചെയ്തിട്ട് ഞാൻ കാണിക്കണ്ടോ. അപ്പൊ ഞാൻ എന്റെ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ട്. മഞ്ഞളൊക്കെ ഉണ്ടെന്ന് വെച്ചിട്ട് നമ്മൾ നന്നായിട്ട് സോപ്പിട്ട് കഴുകൊന്നും വേണ്ട. നമ്മൾ നോർമൽ വെള്ളം വെച്ചിട്ട് ഒന്ന് മസാജ് ചെയ്ത്, വല്ലാതെ മസാജും ചെയ്ത് കൊടുക്കരുത്, പിമ്പിൾസ് വരും. അങ്ങനെ വരുന്ന സ്കിന്നാണെങ്കിൽ പിമ്പിൾസ് വരും. എനിക്ക് പെട്ടെന്ന് വരും പിമ്പിള്. അപ്പൊ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുത്തിട്ട് ഫേസ് വാഷ് ചെയ്താൽ മതി. നല്ല മാറ്റം നിങ്ങൾക്ക് കാണാൻ പറ്റും. നന്നായിട്ട് നല്ല റിസൾട്ട് ഉള്ള ഒരു പാക്കാണ്. ഡ്രൈ സ്കിന്നായിരിക്കും ഓയിലി സ്കിന്നായിരിക്കും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ഡൗട്ട്സ് എന്തെങ്കിലും കമന്റ്സ് ചോദിക്കുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പൊ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പൊ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ ബൈ.